കൊട്ടിയൂരിൽ ഇന്ന് ഇളനീരാട്ടമാണ്. ഇളനീരാട്ടത്തെ പറ്റി ഒരു ചെറിയ കഥ. ഘോരമായ കാട്ടിലൂടെ വേട്ടയാടി സഞ്ചരിക്കുകയായിരുന്നു ഒരു കുറിച്ച യുവാവ്. അയാൾക്ക് അമ്പിൻ്റെ മുന കൂട്ടുകയായിരുന്നു ലക്ഷ്യം. അടുത്ത് കണ്ട കാട്ടുകല്ലിനടുത്തെത്തി അമ്പിൻ്റെ മുന കല്ലിൽ ചേർത്ത് ശക്തിയായി ഉരച്ച് മൂർച്ച കൂട്ടുകയായിരുന്നു. ഒന്നേ ഉരച്ചുള്ളൂ. ഞെട്ടി പുറകോട്ട് മാറി. അറിയാതെ ഒരലർച്ച പുറത്തു വന്നു. ചോര. അമ്പുകൊണ്ട് വരഞ്ഞു മുറിച്ചാൽ ദേഹത്ത് നിന്ന് ഒഴുകുന്നത് പോലെ കല്ലിൻ്റെ മുറിപ്പാടിൽ നിന്നും രക്തം പ്രവഹിക്കുകയാണ്. ചുടു ചോര തന്നെ. ഭയപ്പാടിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആ യുവാവ് അമ്പരന്നു. നായാടിൻ്റെ കാര്യമൊക്കെ മറന്നു. ദേഹം വിയർത്തൊഴുകുകയാണ്. വിറയൽ വിട്ടുമാറിയിട്ടില്ല. ചുറ്റും നോക്കി. ആരുമില്ല. രക്തം പ്രവഹിക്കുന്ന കാട്ടുകൊല്ലും താനും മാത്രം. ഒന്നുകൂടി ഉറക്കെ കരഞ്ഞു. അലറിക്കരഞ്ഞു. പിന്നെ തിരിഞ്ഞു നോക്കാതെ ഓട്ടം. എങ്ങോട്ടാണ് ഓടുന്നതെന്ന് നിശ്ചയമില്ലായിരുന്നു. പക്ഷേ ചെന്നെത്തിയത് തൊട്ടടുത്തുള്ള ഒരു ഇല്ലത്താണ്. സാക്ഷാൽ പടിഞ്ഞാറ്റ നമ്പൂതിരിയുടെ ഇല്ലം. പടിഞ്ഞാറ്റ നമ്പൂതിരി സാത്വികനും ജ്ഞാനിയുമാണ്. ഉത്തമ ഭക്തൻ, ശ്രേഷ്ഠനായ ഉപാസകൻ. ഇല്ലം ക്ഷേത്ര പദവിയിലേക്ക് ഉയർത്തി തന്ത്രീശ്വരന്മാരുടെ ബഹുമാനം നേടിയാൾ. അലറിപ്പാഞ്ഞു വന്ന കുറിച്ചൻ കിതച്ചും വിറച്ചും വിവരങ്ങൾ പറഞ്ഞൊപ്പിച്ചു. പടിഞ്ഞാറ്റ നമ്പൂതിരിക്ക് കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി. ഭഗവത് സാന്നിധ്യം തന്നെ. മുന്നേ സംശയമുണ്ടായിരുന്നു. ശക്തമായൊരു ദൈവിക സാന്നിധ്യം അടുത്തു തന്നെ ഉണ്ടെന്ന്. ഇപ്പോൾ തീർച്ചയായി. ശരി, കാര്യങ്ങളെല്ലാം ഇനി ഭംഗിയായി ചെയ്യണം. ചുറ്റും കൂടിയ ഇല്ലത്തെ അന്തേവാസികളോട് അത്ഭുത കഥ വിവരിച്ചു കൊണ്ടിരുന്ന കുറിച്ചനെ വിളിച്ച് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. കുറിച്ചൻ വീണ്ടും പാഞ്ഞു മണത്തണയ്ക്ക്. മണത്തണ തൊട്ടടുത്തുള്ള ഗ്രാമപ്രദേശമാണ്. കൊട്ടിയൂരിൽ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഒരു ജനവാസ കേന്ദ്രത്തിലാണ് ദേശാധിപത്യം വഹിക്കുന്ന നായർ സമുദായങ്ങൾ ഉള്ളത്. കുളങ്ങരേത്ത്, തിട്ടയിൽ, ആക്കൽ, കരിമ്പനക്കൽ, ചാത്തോത്ത് എന്നീ തറവാട്ടുകാർ അവിടെയുണ്ട്. തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം കുറിച്ചൻ 5 ക്ഷണത്തിൽ ചെന്ന് വിവരം പറഞ്ഞു. അവർ പരിചാരകന്മാരോടൊപ്പം തിടുക്കത്തിൽ പുറപ്പെട്ടു. രാജാവിനെ വിവരമറിയിക്കാൻ ഒരു ഭൃത്യനെ അയക്കുകയും ചെയ്തു. പടിഞ്ഞാറ്റ തിരുമേനിയും 5 വീട്ടിൽ കാരണവന്മാരും ഒരു സംഘം ഭൃത്യന്മാരും കുറിച്ച യുവാവിനോടൊപ്പം വനഭൂമിയിലെ അത്ഭുത ശിലയ്ക്കടുത്തെത്തി. രക്തം ഇപ്പോഴും പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപത്തു തന്നെ പുഴ ഒഴുകുന്നുണ്ട്. തിരുമേനി മന്ത്രപൂർവ്വം പുഴയിലെ ജലമെടുത്ത് തീർത്ഥമായി ആവാഹിച്ച് ശിലമേൽ അഭിഷേകം ചെയ്തു. ധാരാളം തീർത്ഥം അഭിഷേകം ചെയ്തിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. തുടർന്ന് തിരുമേനി നിർദ്ദേശിച്ചത് അനുസരിച്ച് പാലും നെയ്യും കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തു. എന്നിട്ടും മാറ്റമൊന്നും കണ്ടില്ല. രക്തം കുതിച്ചൊഴുകുകയാണ്. കണ്ടാൽ സഹിക്കാനാവില്ല. എല്ലാവരും നിന്ന് വിയർക്കുന്നു. അപ്പോൾ തീയ സമുദായത്തിൽപ്പെട്ട ഒരു ഭൃത്യൻ അവിടെ ഓടിയെത്തി. 2 കൈയിലും ഇളനീർക്കുലകൾ. കാത്തിരുന്നതെന്തോ കിട്ടിയതുപോലെ പടിഞ്ഞാറ്റ നമ്പൂതിരി കരിക്കുകൾ വാങ്ങി തൊണ്ടു ചെത്തി ശിലമേൽ അഭിഷേകം ചെയ്തു. അത്ഭുതം തന്നെ. രക്തം നിലച്ചു. ക്രമേണ അമ്പുരഞ്ഞ അടയാളവും മാഞ്ഞു. കുറിച്ച യുവാവ് ഭയപ്പെട്ടു. താൻ അമ്പുരച്ചത് ദൈവത്തിൻ്റെ മേലാണ്, കയ്യിലല്ല. ഈശ്വര! കുറിച്ചൻ്റെ ഭയം പടിഞ്ഞാറ്റ തിരുമേനി മനസ്സിലാക്കി. അദ്ദേഹം ആശ്വസിപ്പിച്ചു. സാരമില്ല, എല്ലാം നല്ലതിനാണ്, ഈശ്വരേച്ഛ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.